മമ്മൂട്ടി 5 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെയാണ്, ഞാനത് വായിക്കാം. മമ്മൂട്ടി MT പറ്റി ഇപ്പോൾ എഴുതിയത്: ചിലരെങ്കിലും പറയാറുണ്ട് MT ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുമ്പ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ 2 കൈകളും മലർത്തി വയ്ക്കുന്നു. അദ്ദേഹം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ MT വാസുദേവൻ ചാഞ്ഞു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി മാത്രമല്ല, മമ്മൂട്ടിയും മോഹൻലാലിനെയും സൃഷ്ടിച്ച ആളുകളിൽ ഒരാളായിരുന്നു MT വാസുദേവൻ നായർ. നമുക്കതറിയാം, നമ്മൾ നേരത്തെ സംസാരിച്ചു. അദ്ദേഹം നേരത്തെ ശ്രീ MN കാരശ്ശേരി പറഞ്ഞു നിർത്തിയ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു യുഗം, അതായത് ഇനി ഇങ്ങനെ ഒരാളുണ്ടാകില്ല എന്നത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കും. കാരണം അതിനു മുമ്പുള്ള ആളുകൾ, എഴുത്തുകാർ, അവർ എഴുത്തിൻ്റെ മേഖലയിൽ മാത്രം, ഇപ്പോൾ തകഴിയും ബഷീറുമൊക്കെ വലിയ എഴുത്തുകാരായിരുന്നു. പക്ഷേ അവർ എഴുത്തിൻ്റെ മേഖലയിൽ മാത്രമായിരുന്നു. പിന്നീട് സാധാരണഗതിയിൽ ആ കാലത്തിൻ്റെ എഴുത്തുകാർക്ക് ക്യാമറ, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, ഇതെങ്ങനെ കഥയെ സിനിമയിലേക്ക് പകർത്താൻ എന്നതിനെ സംബന്ധിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അവരുടെ ഏരിയ എഴുത്ത് മാത്രമായിരുന്നു. പക്ഷേ MT വാസുദേവൻ നായർ അസാധ്യമായ സ്കില്ലാണ് കാണിച്ചത്, അസാമാന്യ സ്കില്ലാണ് കാണിച്ചത്. അതായത് അദ്ദേഹം ഈ നോവൽ എഴുതി വന്നു. നോവലിൻ്റെ ഫോർമാറ്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം വലിയ നോവലുകൾ, 4 കെട്ടും മറ്റുമൊക്കെ, അസുരത്വമൊക്കെ പോലുള്ള താരതമ്യേന വലിയ നോവലുകൾ എഴുതി മഞ്ഞിനെ പോലെ ആറ്റിക്കുറുക്കിയ ചെറിയ പേജുകളിൽ അവനവൻ്റെ അകത്തെ കാര്യങ്ങൾ മാത്രമുള്ള, ആത്മാംശമുള്ള സംഗതികൾ മാത്രം എഴുതി. അതേസമയം തന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഡയലോഗുകൾ എഴുതി. MTയുടെ ഒരുപാട് ചെറുകഥകളുണ്ട്. ആ ചെറുകഥകൾ, വളരെ ചെറുകഥകളെയൊക്കെ MTക്ക് തിരക്കഥയാക്കാനും അനായാസം പറ്റും, വളരെ പറ്റും. അതായത് അദ്ദേഹം ഒരു കഥയോ തിരക്കഥയോ നോവലോ എഴുതുമ്പോൾ, കഥയോ നോവലോ എഴുതിയിട്ട് അതിനകത്ത് സിനിമ എടുക്കുക, അതിനകത്തുള്ള വിഷ്വൽസ് മാത്രമായിട്ട് ഇങ്ങോട്ട് എടുക്കുക. അതിനകത്ത് ഇപ്പം വാനപ്രസ്ഥം എന്ന അദ്ദേഹത്തിൻ്റെ കഥയിൽ നോക്കുമ്പോൾ മൗനം കൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് അവർ ഒരു സത്രത്തിൽ ചെന്ന് താമസിക്കുകയും മറ്റും ചെയ്യുമ്പോൾ പഴയ കാലത്തെ പ്രണയികളായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന മൗനം കൊണ്ടാണ്. പക്ഷേ സിനിമയിൽ മൗനം കൊണ്ട് ഈ ഏർപ്പാട് പറ്റില്ല, സംസാരിക്കുക തന്നെ വേണം. അപ്പോൾ മഞ്ഞവിടെ നോവലിൽ മൗനം കൊണ്ട് എഴുതാമെങ്കിൽ സിനിമയിൽ അത് സാധ്യമല്ല, ഡയലോഗ് വേണം. പക്ഷേ ഡയലോഗ് അതിഗംഭീരമായിട്ട് എഴുതിയ ഈ മൗനിയാണ് MT വാസുദേവൻ നായർ എന്ന് എല്ലാവരും പറയില്ല. നേരത്തെ നമ്മളോട് അക്കിത്തം നാരായണൻ സംസാരിച്ചു, അദ്ദേഹം വളരെ മൗനിയായിരുന്നു. ഈ മൗനിയായിട്ടുള്ള MT ആണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭാഷണങ്ങൾ എഴുതിയത്. വടക്കന്മാരെ വീരാതല ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല മക്കളെ എന്ന ഡയലോഗ് മലയാള ഭാഷ എക്കാലത്തോളമുണ്ടോ അക്കാലം അത്രയും പലതായിട്ട് നമ്മുടെ ഭാഷയിലുണ്ടാകും. ട്രോളായിട്ടുണ്ടാകും, ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും, രാഷ്ട്രീയക്കാർ പ്രയോഗിക്കും, മറ്റ് സിനിമാക്കാർ ഇനിയുള്ള സിനിമകളെടുത്ത് പ്രയോഗിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ സതയം പോലൊരു സിനിമ, സതയത്തിൽ ഒരു ഡാർക്ക് മൂഡാണ്. മോഹൻലാലിനെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അഭിനയശേഷി പുറത്തെടുക്കാൻ സാധിച്ച ഒരു സിനിമയാണ്. മോഹൻലാലിനെ സൃഷ്ടിച്ചത് ആ നിലക്ക് ഇദ്ദേഹമാണെന്ന് പറയാം. അപ്പോൾ ആ നിലക്ക് എഴുത്തിൻ്റെ എല്ലാ മേഖലയിലും ഭാഷ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അദ്ദേഹം ചെയ്തു. ഭാഷ കൊണ്ട് വളരെ ലൗഡായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് ചെയ്തു. ഭാഷ കൊണ്ട് വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായനയുടെ വലിയ പരപ്പ് അദ്ദേഹത്തിൽ എങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്ന് നമുക്ക് തെളിച്ച് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം വായിച്ചതിനെ കൊണ്ടുവന്ന് എഴുതുകയല്ല ചെയ്തത്. അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. വായന പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റ് ലോക അറിവുകളുടെ പരിസരത്ത് നിന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജാഗ്രതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ ഈ വലിയ വർഗീയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതൃഭൂമിയുടെ അഭിമുഖം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഭക്തി, ദൈവം, വിശ്വാസങ്ങൾ ഇതെല്ലാം വലിയ ചർച്ചയായ ഒരു കാലത്ത് അത് വെച്ചുള്ള രാഷ്ട്രീയം, അത് ഇസ്ലാം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഒക്കെ ഈ ദൈവവും വിശ്വാസവും വെച്ചുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയായ സമയത്ത് MTയോട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഇത് ഭക്തിയും ദൈവമൊക്കെ വെച്ചുള്ള രാഷ്ട്രീയവും അത്തരം പ്രശ്നങ്ങളൊക്കെ കൂടി വരികയാണല്ലോ എന്ന് തന്നെ സുധീർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ ചെറുപ്പകാലത്ത് ദേശങ്ങൾ തമ്മിൽ പകിട കളിക്കുന്ന പതിവുണ്ടായിരുന്നു. കുട്ടികൾ തുടങ്ങി വെക്കും, പിന്നെ അമ്മാവന്മാരൊക്കെ ഏറ്റുപിടിക്കും. ഒടുക്കം കളി തോൽക്കുമ്പോൾ ഈ ഒരുമ്പട്ടോള് കൂത്തിച്ചീനെ ഞാൻ ഈ കണ്ടകാലം അത്രയും സേവിച്ചത് എന്തിനാടാ എന്നും ആക്രോശിച്ച് കളി നിർത്തി പോകുന്ന അമ്മാവന്മാരുണ്ടായിരുന്നു. ഭഗവതിയെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതൊക്കെ അന്ന് പതിവായിരുന്നു. ഞങ്ങളും ഭഗവതിയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേക ബന്ധമായിരുന്നു. MT പറയാണ്, എൻ്റെ വകയിൽ ബന്ധുവായ ഒരു പത്മനാഭേട്ടനുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്പലത്തിൽ ചെന്ന് ചില വഴിപാടൊക്കെ നടത്താൻ ഞാൻ പത്മനാഭേട്ടനെ ഏൽപ്പിക്കും. അതൊക്കെ ചെയ്തു വന്നിട്ട് ചിലപ്പോൾ ചോദിക്കും, എന്നിട്ടേ വാസു നീ എപ്പോഴാണ് വരുന്നത്? അടുത്ത ആഴ്ച വരാം. എന്തേ? ഞാൻ ആ വഴിപാടൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ തള്ളയുടെ മട്ടും മാതിരിയൊക്കെ എന്തോ എനിക്കങ്ങോട്ട് ശരിയായി തോന്നിയില്ല. ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ തന്നെ അയക്കാമെന്ന്. തള്ളയുടെ എന്ന് പറയുന്നത് അമ്പലത്തിലെ ഭഗവതിയെ കൊണ്ടാണ്.
വീട്ടിലൊരു തള്ളയെപ്പറ്റി പറയുന്ന മാതിരിയാണ് ഇതും പറയുന്നത്. ഇതാണ് ഞങ്ങൾ ഗ്രാമവാസികളും ദൈവവും തമ്മിലുണ്ടായിരുന്ന പ്രത്യേക ബന്ധം. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ സിനിമയായിട്ടും സാഹിത്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയ മൂല്യത്തെ, വിശ്വാസ മൂല്യത്തെ എടുത്ത് മനുഷ്യരുടെ മനസ്സിലേക്ക് വെക്കാൻ ഉതകുന്നൊരു രാഷ്ട്രീയ ബോധ്യവും കൂടെ എം ടി വാസുദേവനായർക്കുണ്ട്. അതുകൊണ്ടാണ് നിർമാല്യം അദ്ദേഹത്തിന് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നിർമ്മാല്യം അദ്ദേഹത്തിന് ചെയ്യാനും പറ്റിയത്. നിർമ്മാല്യത്തെ പോലൊരു സിനിമ ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ സമൂഹം പറയുന്നത് ആ സിനിമ അവിടെ എടുത്തു വെച്ചുകൊണ്ടാണ്. അദ്ദേഹം നിർമ്മാല്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ പോയിട്ട് 20ാമത്തെ വയസ്സിൽ എഴുതിയ ആദ്യത്തെ കഥയ്ക്ക്, അത് ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ എന്ന് പറയുന്നൊരു മാസിക നടത്തിയ, ഒരു അമേരിക്കയിലോട്ടുള്ള മാസിക നടത്തിയ ലോക ചെറുകഥാ മത്സരമാണ്. അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് 1ാം സമ്മാനം മേടിച്ച് 20 വയസ്സുള്ള എം ടി വാസുദേവനായരാണ്. അപ്പോൾ പിന്നീട് നോവലിൻ്റെ കാര്യം, ആദ്യ നോവലിന് തന്നെ വലിയ അവാർഡ് മേടിച്ചു, കേരള സാഹിത്യ അക്കാദമി അവാർഡ് വായിച്ചു. അതിപ്പോഴും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സിനിമ നിർമ്മാല്യം എടുത്തപ്പോഴാണെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കിട്ടി. പിന്നെ എക്കാലവും നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് അതിനെ മാറ്റുകയും ചെയ്തു. തിരക്കഥ മുറപ്പെണ്ണെഴുതി. പിന്നെ അദ്ദേഹം എഴുതിയ തിരക്കഥകളെന്ന് വെച്ചാൽ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ സമാനതകളില്ല. അതും 54 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ മാത്രം നിന്ന ഒരു മനുഷ്യന് പോലും ഒരുപക്ഷെ 54 തിരക്കഥ എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. പക്ഷേ എം ടി അതിനപ്പുറം, സാഹിത്യത്തിൽ നൽകിയതിനപ്പുറം, സംവിധാനത്തിന് നൽകിയതിനപ്പുറം തിരക്കഥകൾ 54 അദ്ദേഹത്തിൻ്റെ. അതാണ്, അത് ഏത് നിലക്ക് നോക്കിയാൽ 54 തിരക്കഥ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിനിമ തന്നെ ജീവിതമാക്കിയ സംവിധാനവും തിരക്കഥയൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും അത്ര നമ്പർ എഴുതില്ല. ആ നമ്പർ എന്ന് വെച്ചാൽ തന്നെ എന്തുമാതിരി സിനിമകളാണെന്ന് ആലോചിക്കണം. അതായത് വടക്കൻ വീരഗാഥ പോലെ ഒരു സിനിമ എഴുതാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ ചരിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവണം. അതായത് അത് തിരക്കഥയായിട്ട് അപ്പം പഠിച്ചുണ്ടാക്കുന്ന ചരിത്രമല്ല. അദ്ദേഹം എത്രയോ കാലം കൊണ്ട്, നേരത്തെ അക്കിത്തൻ നാരായണൻ അത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് മൗനിയായിട്ടിരിക്കുന്ന ആൾ 10-18 വയസ്സ് തൊട്ടിട്ട് ഈ പറയുന്ന മലയാളത്തിൻ്റെ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ആൾ. അത് ഉള്ളിലാണ്. ഈ വടക്കൻ വീരഗാഥയുടെ കഥയൊക്കെ, ചന്തുവിൻ്റെ കഥയൊക്കെ ഉള്ളിലാണ്. അത് സിനിമയിലേക്ക് മാറ്റുക എന്നുള്ളതും അദ്ദേഹത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് 54 തിരക്കഥകൾ എന്ന് വെച്ചാൽ അങ്ങനെ എഴുതാൻ പറ്റില്ല, അത്ര ക്വാളിറ്റിയിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അന്ത്യമാണ്, ഒരു യുഗാന്ത്യം സംഭവിക്കുകയാണ് നമ്മുടെ മുന്നിൽ. ഇതിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം മരിക്കുകയാണ് എന്നെല്ലാവർക്കും അറിയായിരുന്നു, അദ്ദേഹം ജീവിതത്തിൽ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇങ്ങനെ അദ്ദേഹത്തെയും മറികടന്ന് ഒരുപാട് കാലത്തേക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ സിനിമയിലും സാഹിത്യത്തിലൊക്കെ AI ഒക്കെ വരുന്ന കാലമാണല്ലോ. എന്ന് വെച്ചാൽ സാഹിത്യവും സിനിമയൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യർ തന്നെ വേണമെന്നില്ല എന്ന് പറയുമ്പോഴും എം ടി വാസുദേവനായർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കലാസൃഷ്ടികളെ അതിജയിക്കാൻ എളുപ്പമായിരിക്കില്ല എന്നത് ഉറപ്പാണ്.